നമസ്കാരം. സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ SIR നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നീങ്ങുന്നത്. ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാന ശിലയായിട്ടുള്ള വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിൽ ഈ പ്രക്രിയ ഏറെ നിർണായകമാണ്. നിലവിൽ ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റുകളുടെയും പൂർത്തിയാക്കിയ എന്യൂമറേഷൻ നടപടികളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക അടുത്ത മാസം 9-ാം തീയതി ഡിസംബർ 9-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ്. ഈ പ്രഖ്യാപനത്തിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടാൻ സാധ്യതയില്ലാത്തതോ അല്ലെങ്കിൽ സമർപ്പിച്ച ഫോമുകളുടെ സ്ഥിതി അറിയേണ്ടതോ ആയ വ്യക്തികൾ അടിയന്തരമായി തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏറ്റവും പുതിയ 2 സുപ്രധാന നിർദ്ദേശങ്ങൾ എന്നിവയൊക്കെ തന്നെ ഈ റിപ്പോർട്ടിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. എല്ലാ പൗരന്മാരും തങ്ങളുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഈ പറയുന്ന വിവരങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്. അത് അത്യാവശ്യമാണ്. സമീപ ദിവസങ്ങളിൽ എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് നൽകിയിട്ടുള്ള എല്ലാ വോട്ടർമാരും ഒരു പ്രധാന കാര്യം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ സമർപ്പിച്ച ഫോം ബന്ധപ്പെട്ട BLO ബൂത്ത് ലെവൽ ഓഫീസർ മുഖേന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ മാപ്പിംഗ് വഴി കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ ഓൺലൈൻ സ്ഥിരീകരണം ഇലക്ട്രൽ റോളിൽ നിങ്ങളുടെ ഡാറ്റ അത് കൃത്യമായിട്ട് ഉൾപ്പെടുന്നതിൽ കാലതാമസമോ പിശകുകളോ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇതിനായിട്ട് voters.eci.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും എപ്പിക് നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സർവീസസ് വിഭാഗത്തിൽ നൽകിയിട്ടുള്ള എന്യൂമറേഷൻ ഫോം ഫില്ല് എന്ന ഓപ്ഷൻ പരിശോധിച്ച് നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലത്തെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത് അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം BLOയുമായി ഉടൻ തന്നെ ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. നിങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്തം കൂടിയാണ് ഇതെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് നൽകാൻ കഴിയാതെ പോയ വ്യക്തികൾക്ക് കരട് പട്ടികയുടെ പ്രസിദ്ധീകരണത്തിന് മുൻപ് അത് സമർപ്പിക്കാനുള്ള അവസരം ഇപ്പോഴും ലഭ്യമാണ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന അവസാന മുന്നറിയിപ്പായി തന്നെ എല്ലാവരും കണക്കാക്കുക. പ്രത്യേകിച്ചും വിവിധ കാരണങ്ങളാൽ തന്നെ വിദേശത്തൊക്കെ താമസിക്കുന്ന ആളുകൾ, പ്രധാനമായും നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള വോട്ടർമാർക്കായിട്ട് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് വീട്ടിലെ മുതിർന്ന അംഗത്തിനോ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയ ആളുകൾക്കോ ആവശ്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫോം പൂരിപ്പിച്ച് നൽകാൻ സാധിക്കുന്നതാണ്. ഫോം പൂരിപ്പിക്കേണ്ട രീതിയെക്കുറിച്ചും അതിലുണ്ടാകാൻ സാധ്യതയുള്ള സാങ്കേതിക പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ മുൻപ് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് ഈ ഘട്ടത്തിൽ ആവർത്തിക്കുന്നില്ല. ഏതായാലും എല്ലാ വോട്ടർമാരും ഈ പ്രക്രിയയിൽ സജീവമായിട്ട് പങ്കുചേർന്ന് തങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പ്രാഥമിക പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ SIR പ്രക്രിയയുടെ ഭാഗമായിട്ട് ഏകദേശം 27.8 ലക്ഷം വ്യക്തികൾ തങ്ങളുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിനായിട്ട് തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. സംസ്ഥാനത്ത് വിതരണം ചെയ്ത 2.78 കോടി എന്യൂമറേഷൻ ഫോമുകളിൽ 1.89 കോടി പേർ നിലവിലുള്ള പട്ടികയിൽ ഉൾപ്പെട്ടവരും 61.16 ലക്ഷം പേർ രക്ഷിതാക്കളുടെ പേര് പട്ടികയിലുള്ളവരുമാണ്. ഈ 2 വിഭാഗങ്ങളും രേഖകൾ ഹാജരാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ബാക്കിയുള്ള 10%, അതായത് വരുന്ന 27.8 ലക്ഷം വരുന്ന വോട്ടർമാർ രേഖകൾ സമർപ്പിക്കേണ്ട നിർബന്ധിത വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇത്രയധികം പേർ രേഖകൾ നൽകേണ്ടി വരുന്നത് ഈ പുതുക്കൽ പ്രക്രിയയുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. കരട് വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്തുന്നതിനും അന്തിമ പട്ടികയിൽ ഉൾപ്പെടുന്നതിനുമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായ ചില മാനദണ്ഡങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2002 വോട്ടർ പട്ടികയിൽ വോട്ടറുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ്, അതല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള രക്ഷിതാവ് എന്നിവരിൽ ആരുടെയെങ്കിലും പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ SIR പ്രക്രിയ പൂർണ്ണമായിട്ട് വിജയകരമാവുകയുള്ളൂ. ഈ മാനദണ്ഡം പാലിക്കാതെ കഴിയാതെ വരുന്ന ഏകദേശം 30 ലക്ഷത്തോളം വരുന്ന വ്യക്തികൾക്കായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 12 നിർബന്ധിത രേഖകൾ ഹാജരാക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ രേഖകളിൽ ഏതെങ്കിലും ഒരെണ്ണം സമർപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സഹോദരൻ്റെയോ മറ്റ് ബന്ധുക്കളുടെയോ പേര് മാത്രം നൽകിയിട്ടുള്ള അപേക്ഷകൾക്ക് കരട് പട്ടികയിൽ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അതിനാൽ തന്നെ ഇവർ രേഖകൾ സജ്ജമാക്കി വെക്കേണ്ടത് ഈ നിമിഷം അടിയന്തരമായി തന്നെ ആവശ്യമാണ്. ഇനി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ പേരില്ലാത്ത വ്യക്തികൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം വ്യക്തികൾക്കായിട്ട് അപ്പീൽ നൽകുന്നതിനും തങ്ങളുടെ നിലപാട് ബോധിപ്പിക്കുന്നതിനുമൊക്കെ തന്നെ കൃത്യമായ സമയപരിധി അനുവദിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് 3 കാരണങ്ങളാലാണ് വോട്ടർമാർ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുക. 1, ബന്ധം തെളിയിക്കുന്നതിൽ വരുന്ന വീഴ്ചകൾ. 2, ഫോം പൂരിപ്പിച്ചതിലെ പിശകുകൾ. 3, ബന്ധുക്കളുടെ പേര് ഉൾപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ. ഫോമിലെ പിശകുകൾ കാരണം ഒഴിവാക്കപ്പെട്ടവർക്ക് തിരുത്തി എഴുതിയ അപേക്ഷ വീണ്ടും സമർപ്പിക്കാനും തുടർന്ന് ഹിയറിംഗ്, അതായത് വാദം കേൾക്കൽ നടപടികളിൽ പങ്കെടുക്കാനും അവസരം ഉണ്ടാവുന്നതാണ്. രേഖകൾ സമർപ്പിക്കേണ്ടവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 12 രേഖകളിൽ 1 ഹാജരാക്കി ഹിയറിംഗിൽ പങ്കെടുക്കാൻ സാധിക്കും. ഈ നടപടികളിലൂടെ ഒട്ടുമിക്ക ആളുകൾക്കും ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിക്കുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ സ്ഥാനം നേടാനായിട്ട് സാധിക്കുമെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. ഓരോ പൗരനും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് അവർ സമർപ്പിച്ച എന്യൂമറേഷൻ ഫോം BLO മുഖേന അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നത് തന്നെയാണ്.
ഇതുമായി ബന്ധപ്പെട്ട് സമയം അനുവദിച്ചിട്ടില്ലെന്നും BLOമാർ നിലവിൽ ഈ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പേരില്ലാത്ത ഏകദേശം 30 ലക്ഷത്തോളം ആളുകൾ കൃത്യമായിട്ടും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള വിജ്ഞാപനങ്ങളും ചട്ടങ്ങളുമൊക്കെ തന്നെ കമ്മീഷൻ ഉടൻ പുറത്തിറക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ള സുപ്രധാനമായ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ്. ഈ വിവരങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.